Good morning, ma'am. Hello. Morning. Good morning, ma'am. Morning. Good morning. Good morning. കുറച്ച് പേര് ഇവിടെ ഒന്ന് കേറട്ടെ കേട്ടോ ക്ലാസ്സിലോട്ട്. എത്ര പേരുണ്ടാവും എന്റെ ക്ലാസ്സില്? സ്ട്രെങ്ത് നോക്കിയിട്ടുണ്ടോ നിങ്ങളാ? യെസ്. ഗുഡ് മോർണിംഗ്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ ഒന്ന് കണ്ടായിരുന്നു അല്ലെ? ജസ്റ്റ് ഒന്ന് കണ്ടുപോയി. സാറ് കയറിയതുകൊണ്ടാണ്. ഓക്കെ, എന്റെ പേര് ആതിര. ഞങ്ങളുടെ കുറച്ച് പോർഷൻസും ടീച്ചറാണ് എടുക്കുന്നത്. ഞങ്ങൾ 4 ടീച്ചേഴ്സ് ആണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. യെസ്. ഓക്കെ, എല്ലാവരും എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എറണാകുളം. യെസ്. നോർത്ത് പറവൂർ ആരെങ്കിലും ഉണ്ടോ? നോർത്ത് പറവൂർ. ഓക്കെ, അശ്മി എവിടെയാണ് സ്ഥലം? അശ്മി ഇതിൽ ചോദിക്കുമ്പോ തിരിച്ച് റിപ്ലൈ തരണോട്ടോ. നിങ്ങള് ഉണ്ടാതിരിക്കരുത്. ക്ലാസ് ഒക്കെ ഡ്രസ് ഇല്ലാതെ ഒന്ന് പോകും. 4 തരാം. ഓക്കെ, യെസ്. ക്ലാസ്സിൽ ഒന്നും പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് പറയാനുള്ള നിർദ്ദേശങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് പറയാം കേട്ടോ. അഭിപ്രായം പറയാതിരിക്കരുത്. ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഓരോരുത്തർ ഉത്തരം പറയണം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് കിട്ടിയായിരുന്നോ നിങ്ങൾക്ക്? ഇല്ല മിസ്സേ. ഇല്ല മിസ്സേ. മാം ഗുഡ് മോർണിംഗ്. അപ്ലൈ ചെയ്തിട്ടില്ലേ ടെക്സ്റ്റ് ബുക്കിന്? ഉണ്ട് ഉണ്ട്. ഓക്കെ, യെസ്. മാം ഗുഡ് മോർണിംഗ്. ഒരാൾക്ക് കിട്ടിയില്ലേ? ഓക്കെ.
Sorry, teacher. Okay, yes. Ma'am, good morning. Good morning. Ma'am, ഞാൻ ന്യൂ സ്റ്റുഡന്റ് ആണ്. ഞാൻ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഞാനും ഇന്നേ ക്ലാസ്സിൽ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ മാം. എന്റെ പേര് ബെൻസീറ. ഓക്കെ, ബെൻസീറ. ആറ് ഇനി കേട്ടോ. നിങ്ങൾക്കറിയാലോ ക്ലാസ്സിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് മ്യൂട്ട് ചെയ്തിട്ടായിരിക്കും, ഓൺ മ്യൂട്ട് ചെയ്തിട്ടായിരിക്കും ക്ലാസ് എടുക്കുന്നത്. ദെൻ ഒരു 5 minutes നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി ലാസ്റ്റ് മൈക്ക് ഓൺ ചെയ്യണം. അപ്പൊ നിങ്ങളുടെ സംശയം എന്തെങ്കിലും ചോദിക്കുക. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് കറക്റ്റ് ആയിട്ട് തന്നെ ക്ലാസ്സിൽ പറയണം കേട്ടോ. ഓരോ ഭാഗങ്ങൾ എടുത്തു പോകുമ്പോൾ ഓക്കെ ആണോ, ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്നൊന്ന് ടൈപ്പ് ചെയ്തിടണം. ഓക്കെ, യെസ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഞങ്ങൾ പറഞ്ഞു തരാം. അപ്പൊ എന്തെങ്കിലും കംപ്ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ തന്നെ അത് പറയണം. ഓക്കെ, ബുക്ക് കിട്ടിയവര് ഓക്കെ, ഇനി കിട്ടിക്കോളൂ. ഈ ആഴ്ചയ്ക്കുള്ളിൽ എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടും. എടുക്കുന്ന ഭാഗങ്ങൾ അന്ന് തന്നെ വായിച്ചു പോകാം കേട്ടോ. അന്ന് റിവൈസ് ചെയ്ത് വേണം പോകാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. നിങ്ങൾ ഒരുപാട് ഗ്യാപ്പ് ഒക്കെ ഉള്ളവരാണെന്ന് മറ്റു ടീച്ചേഴ്സ് പറഞ്ഞു, കുറച്ചു പേരൊക്കെ. അപ്പൊ എന്താണ്, നിങ്ങൾ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ മറന്നു പോകാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്, എടുക്കുന്ന ഭാഗങ്ങള് സമയം കിട്ടുന്നതിനനുസരിച്ച് 1-2 പ്രാവശ്യം വായിച്ചു നോക്കുക. പിന്നീട് അടുത്ത നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ എന്താണ്, ആ ഭാഗം മാറ്റി വെക്കരുത് ചാപ്റ്റർ. അതും ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ തരുന്ന മോക്ക് ടെസ്റ്റുകൾ എഴുതി വെക്കുന്നവരാണെങ്കിൽ നല്ല കാര്യം. മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു ചാപ്റ്റർ തീരുമ്പോൾ ക്വസ്റ്റ്യൻസ് ഇടും, അല്ലെങ്കിൽ സോറി, ഓരോ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് വെച്ച് ഇടുന്നതായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ച് ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ. ബാക്കിയുള്ള എക്സാംസിനൊക്കെ അത് ഉപകരിക്കുന്നതാണ്. അങ്ങനെ റിവൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ മറന്നു പോകില്ല. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഓരോ ടേംസും കാര്യങ്ങളും ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ഇതിൽ ഈ ഫീൽഡിലുള്ളവർക്ക് കുഴപ്പമുണ്ടാവില്ല. എങ്കിലും ഇപ്പൊ ആ വേർഡ്സ് ആയിട്ട് അല്ലെങ്കിൽ ആ ടേംസുമായിട്ട് നമുക്ക് പരിചയപ്പെടാനായിട്ട് കുറച്ച് സമയം എടുക്കും. പിന്നീട് അങ്ങോട്ട് കുറച്ച് ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഓക്കെ ആയിക്കോളും കേട്ടോ, ഈ ട്രാക്കിലേക്ക് വീണോളും. അതുവരെ 1-2 ചാപ്റ്റേഴ്സ് കഴിയുന്നത് വരെ ഉണ്ടാവുള്ള ആ ഒരു ബുദ്ധിമുട്ട്. പിന്നീട് നിങ്ങളത് ഓക്കെ ആവും. ആ ഒരു ടെൻഷൻ ഒന്നും ആർക്കും വേണ്ട. പിന്നെന്താണ്, അതുപോലെ തരുന്ന ഭാഗങ്ങൾ എടുക്കുന്ന ഭാഗങ്ങൾ പഠിക്കുക. ഇനിയിപ്പോ എന്തായാലും ഒരു 6 മാസ കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്തേക്ക് വേണം. അപ്പൊ എന്തായാലും അതിനുള്ള സമയം, പഠിക്കാനുള്ള സമയം നിങ്ങൾക്ക് കണ്ടെത്തിയിരിക്കണം കേട്ടോ. 1/2 മണിക്കൂറോ 1 മണിക്കൂറോ വേണമെന്നില്ല, നിങ്ങൾക്ക് പറ്റുന്ന പോലെ. ഇപ്പൊ എവിടെ വേണമെങ്കിലും ഇരുന്ന് മതി. ഇപ്പൊ വർക്ക് ചെയ്യാത്ത വീട്ടില് ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പൊ കിച്ചണിൽ ഇരുന്നാണെങ്കിൽ ഇതൊക്കെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മളെ കൊണ്ട് എന്തും പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവാം. യെസ്. പിന്നെ വന്ദന മിസ്സും മിൽറോസ് മിസ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും ബാക്കിയുള്ള കാര്യങ്ങൾ, അതുകൊണ്ട് ബാക്കിയൊന്നും പറയുന്നില്ല. ഹലോ മിസ്, ഈ ചാപ്റ്റർ വൈസ് 4 മിസ്സുമാർ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെ ചാപ്റ്റർ വൈസ് വരുന്നത്? ചാപ്റ്റർ വൈസ് ഇപ്പൊ നമ്മൾ 1-2 മൊഡ്യൂൾ അല്ല അത് എടുക്കുന്നത്. 1-2 മൊഡ്യൂളിൽ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് വരും, ഓർഡർ അനുസരിച്ചായിരിക്കും എടുക്കുന്നത് കേട്ടോ. 1-2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കും. അത് പല പല ടീച്ചേഴ്സ് ആയിരിക്കും. ഞങ്ങൾ 4 പേരായിരിക്കും, 3 പേരായിരിക്കും എടുക്കുന്നത്. സാർ ഇംഗ്ലീഷല്ലേ, ഞങ്ങൾ 3 പേരത് ഹാൻഡിൽ ചെയ്തെടുക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനൊരു എളുപ്പമാർഗം ഞാൻ പറയാൻ വേണമെങ്കിൽ, ഇപ്പൊ ഓരോ ടീച്ചേഴ്സ് എടുക്കുമ്പോൾ ആ ചാപ്റ്ററിന്റെ പേരും ടീച്ചറിന്റെ പേരും വെച്ച് ഞങ്ങൾ ഷോർട്ട് നോട്ട് എഴുതി പോവാം. അപ്പൊ നിങ്ങൾ ഏതൊക്കെ ടീച്ചേഴ്സ് ആണ് എടുക്കുന്നത് മനസ്സിലാവും. അല്ലാതെ നമുക്ക് ഇപ്പൊ ഏതെടുക്കും എന്നുള്ളതൊന്നും പ്രത്യേകം ആദ്യമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. ചാപ്റ്റേഴ്സിന്റെ ലെങ്ത് ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും ഓരോരുത്തർ എടുക്കുന്നത്. ഓക്കെ, ഞങ്ങളൊരു ഓരോരുത്തരും 5-6 ചാപ്റ്റർ വെച്ചൊക്കെ തന്നെ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവോടോ, ഒരു 2-3 ആഴ്ച ക്ലാസ് കഴിയുമ്പോൾ അത് എങ്ങനെയാണ് ഇതിന്റെ ഓർഡർ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഒരു ടെൻഷനൊന്നും അടിക്കൊന്നും വേണ്ട. എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ആരാ ചോദിച്ചത്? ആരാടാ ചോദിച്ചത്? ബൻഷീറ. ബൻഷീറ. എന്റെ പേര് ആതിര. ഞാൻ തുടങ്ങിയപ്പോ പറഞ്ഞിരുന്നു, പേര് ആതിര എന്നാണ്. ഓക്കെ മിസ്. ടീച്ചർ, ഞാൻ എടുക്കുന്ന ഭാഗങ്ങൾ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് വെറുതെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, എഴുതി ഒന്നും വെക്കണ്ട കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഓപ്പറേഷൻ തിയേറ്റർ, ദെൻ ലേബർ റൂം ടീച്ചറാണ് എടുക്കുന്നത്, ദെൻ ഹോസ്പിറ്റൽ വാർഡ്,
വെന്റിലേറ്റർ, പിന്നെ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, ദെൻ ആക്സിഡന്റ് ആൻഡ് എമർജൻസി. അത്രയും ചാപ്റ്റേഴ്സ് ടീച്ചർ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് ഓരോ ടീച്ചേഴ്സ് അങ്ങനെ തന്നെ എടുത്തു വെക്കണം കേട്ടോ. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ലേബർ റൂം ആയിരിക്കുള്ളൂ ചാപ്റ്റേഴ്സ് കേട്ടോ. മിസ് അറിയാത്തോണ്ട് ചോദിക്കട്ടെ, നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഇതില് നമ്മൾ ലേബർ റൂമുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഓപ്പറേഷൻ പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന എന്തിനാണ്? ഇതിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ്സിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? നമുക്ക് ഒരു ക്ലിനിക്കൽ ജോബ് അല്ലെങ്കിൽ ഒരു ഓഫീസ് ജോബ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയുന്നത്. അല്ലാതെ നമുക്ക് ഒരിക്കലും പ്രാക്ടിക്കൽ സെഷൻ നമുക്ക് പറ്റില്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഓൺലൈൻ ക്ലാസ് ചെയ്യുന്നത് ആരാണ്? ഹോസ്പിറ്റലിൽ പ്രാക്ടിക്കൽ സെഷൻ കൈകാര്യം ചെയ്യുന്നത് നമ്മളാണോ? അല്ല. ഓക്കെ, ബാക്കി തിയറി ബേസ്ഡ് ഉള്ള എല്ലാ കാര്യങ്ങളും അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കും കേട്ടോ. ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ മനസ്സിലാവും. ഓപ്പറേഷൻ തിയേറ്റർ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും എന്തിനാണ് ഓപ്പറേഷൻ തിയേറ്റർ പഠിച്ചത്. ബേസിക് ആയിട്ടുള്ള കൺഫ്യൂഷൻ കാരണം ചോദിച്ചതാണ്. കൺഫ്യൂഷൻ ചോദിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. ഓക്കെ. ബേസിക് കാര്യങ്ങൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു, അവിടുത്തെ എൻവയോൺമെന്റ് എങ്ങനെയാണ്, അവിടുത്തെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, അതിൻ്റെ അകത്ത് ആർക്കൊക്കെ പ്രവേശിക്കാൻ സാധിക്കും, പിന്നെ അതിന്റെ പ്രധാന ഡ്യൂട്ടികൾ എന്തൊക്കെയാണ്, അതൊക്കെ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? ബെൻസീറാണോ ചോദിച്ചത്? അല്ല, റമീഷ. പേരെന്താണോ? ഓക്കെ, ആര് ചോദിച്ചാലും ചോദിച്ചവർക്ക് ക്ലിയർ ആയല്ലോ? ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ ലേബർ റൂം പഠിക്കുമ്പോൾ അതേ തന്നെ ലേബർ റൂമിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടുത്തെ പ്രൊസീജിയേഴ്സ്, ഡ്യൂട്ടീസ്, എന്താണ് ലേബർ റൂം എത്ര ടൈപ്സ് ഓഫ് റൂംസുകൾ ഉണ്ട്, അതിന്റെ പ്രത്യേകതകൾ എന്താണ്, അതിന്റെ ഡിസൈൻ എങ്ങനെയാണ്, അങ്ങനെയുള്ളതാണ് നമ്മൾ ലേബർ റൂമിൽ പഠിക്കുന്നത്. ഓക്കെ, പിന്നെ ഹോസ്പിറ്റൽ വാർഡ്സുകൾ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഹോസ്പിറ്റൽ വാർഡ്സുകളെ പറ്റി അറിഞ്ഞിരിക്കണം അല്ലെ? എത്ര തരത്തിലുള്ള വാർഡ്സുകൾ ഉണ്ട്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പ്രൊസീജിയേഴ്സ്, ഡ്യൂട്ടീസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിലും പഠിക്കുന്നത്. എല്ലാം ബേസിക് കാര്യങ്ങൾ മാത്രം. എല്ലാ ചാപ്റ്റേഴ്സിനും അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നുള്ളതാണ് പഠിക്കുന്നത്. അതേപോലെ തന്നെ ലാസ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്. നമ്മുടെ PR ഒക്കെ വർക്ക് ഇല്ല അല്ലെ? PR ഡ്യൂട്ടീസ്, ഫ്രണ്ട് ഓഫീസിന്റെ ഡ്യൂട്ടീസ്, റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടീസ് എന്താണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു മേഖലയിലായിരിക്കും, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് അല്ലെ? അപ്പൊ എല്ലാരും ഈ 4th മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും എന്താണ് ഏകദേശം നിങ്ങൾക്ക് നല്ലൊരു ധാരണ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഉണ്ടായിരിക്കും. ദെൻ നമ്മൾ 4th മൊഡ്യൂൾ പഠിക്കുന്നത് ആംബുലൻസ് സർവീസസ്, പിന്നെന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, IT, ഹോസ്പിറ്റലിലെ IT ഇൻഫർമേഷൻ സിസ്റ്റംസ് എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാം, ഏതൊക്കെ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന എല്ലാ ചാപ്റ്റേഴ്സും ഇതിൽ വരുന്നുണ്ട്. സമയം എടുക്കും പഠിക്കാൻ കേട്ടോ. നമുക്ക് സമാധാനമായിട്ട് ഇന്ന് പഠിച്ചു പോവാം. ഓക്കെ മാം, ഈ ബാച്ചിൽ ഫസ്റ്റ് എന്താണ്? ഈ ബാച്ചിൽ ഫസ്റ്റ് ടൈം അല്ലേ മാം വരുന്നത്? മൺഡേ ആദ്യത്തെ ക്ലാസ് ആണ്. മൺഡേ ഞാനും വന്ദന മിസ്സും ആണ്. പക്ഷെ അന്ന് സാറ് വന്നുകൊണ്ടാണ് ക്ലാസ് എടുക്കാതിരുന്നത് കേട്ടോ. ആഴ്ചയില് 2 ദിവസം ടീച്ചറിന്റെ ക്ലാസ് ആയിരിക്കും. ബാക്കി എനിക്ക് 2 പീരീഡ് ആണ് നിങ്ങളുടെ ക്ലാസ് വരുന്നത്. ഓക്കെ, നിങ്ങളോട് ആകെ പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്, ക്ലാസ് എടുക്കുന്ന ഭാഗങ്ങളെ ലാസ്റ്റ് മനസ്സിലായില്ലെങ്കിൽ അത് നമ്മളോട് തന്നെ പറയണം കേട്ടോ. ടീച്ചേഴ്സിനോട് തന്നെ പറയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറഞ്ഞ് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, പിന്നെ എടുക്കുന്ന ഭാഗങ്ങൾ അന്ന് തന്നെ വായിക്കാം. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച പോലെ തന്നെ നിങ്ങളത് ഫോളോ ചെയ്താൽ വളരെ ഉപകാരം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. നിങ്ങളുടെ ബിസി ഒരു ലൈഫ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോ നോക്കാനൊന്നും ചിലപ്പോ സമയം കിട്ടിയെന്ന് വരില്ല. പക്ഷെ ഈ കുട്ടിയിൽ അങ്ങ് തുടങ്ങി കഴിഞ്ഞു. ചോദിച്ചോളൂ. മാമിന്റെ പേരൊന്ന് പറയാമോ? ഞാൻ ഇപ്പൊ കേറിയുള്ളൂ ഓക്കെ. നിങ്ങൾ എല്ലാവരും എല്ലാ ഡിസ്ട്രിക്റ്റിൽ എല്ലാവരും ഇല്ലേ? കൊല്ലം, മലപ്പുറം ഒക്കെ ഉണ്ടോ? ഇത് ഏത് മൊഡ്യൂൾ എടുക്കണ്ടേ? ഫസ്റ്റ് മൊഡ്യൂൾ ചാപ്റ്റർ. ഹലോ മാം, ചാപ്റ്റർ കാണാൻ പറ്റുന്നില്ലേ? PDF കാണുന്നില്ലേ?
പക്ഷെ ബുക്സില് 14ാം ചാപ്റ്റർ ഇല്ലല്ലോ ബുക്കില്. അതാണ് പറഞ്ഞത്. ചാപ്റ്റേഴ്സിന് ഓർഡർ ആയിരിക്കില്ല നമ്മൾ എടുക്കുന്നത് കേട്ടോ. 1ഉം 2ഉം കൊണ്ടുകൊണ്ട് നിങ്ങൾ എക്സാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും. പക്ഷെ അത് നമ്മൾ ഓർഡറിൽ ഇരിക്കില്ല എല്ലാ ടീച്ചേഴ്സും കേട്ടോ. അങ്ങനെ നിങ്ങൾ പേടിക്കണ്ട. ചാപ്റ്ററിന്റെ പേര് മാത്രം നോക്കിയാൽ മതി, നമ്പർ നിങ്ങൾ നോക്കേ വേണ്ട. ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുത്ത് കഴിയുന്നുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. ഹലോ മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ തരുമോ അതോ നമ്മൾ ഈ നോട്ട് എഴുതിയെടുക്കണം എല്ലാം? ബുക്ക് അപ്ലൈ ചെയ്തിട്ടില്ലേ വീണ? ഞാൻ ഇന്നാ ജോയിൻ ചെയ്തതേ. ടെക്സ്റ്റ് ബുക്ക് ഇവിടെ ടെക്നിക്കൽ ടീമിനെ കോൺടാക്ട് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിന് ഓർഡർ കൊടുക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് കിട്ടും. ടെക്സ്റ്റ് ബുക്കിലാണ് നമുക്ക് പഠിക്കാൻ പറ്റില്ല. പിന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒന്ന് ഷോർട്ട് നോട്ട് ഒക്കെ പോലെ ഒന്ന് എഴുതിയെടുക്കുക. എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളൊന്ന് കുറിച്ചിടുക. അല്ലെങ്കിൽ ടെക്സ്റ്റിൽ തന്നെ അണ്ടർലൈൻ ചെയ്ത് പോവാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിട്ടുമോ? പെട്ടെന്ന് കുറച്ച് കിട്ടിയവർക്കൊക്കെ എന്നാ കിട്ടിയത് അപ്ലൈ ചെയ്തിട്ട്? ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്ലൈ ചെയ്തിട്ട് 2 week ആയി. ഒരു കുട്ടിക്ക് കിട്ടിയല്ലോ. എനിക്ക് കിട്ടി 1 വീക്കിൽ കിട്ടി മലപ്പുറം. 1 week, മാക്സിമം 1 week. അതുവരെ നമുക്ക് ടെക്സ്റ്റും PDF ഇങ്ങനെ PDF വെച്ച് നോക്കിയിട്ട് പഠിച്ചു പോകാം കേട്ടോ. അപ്പൊ ഞങ്ങൾ കുറച്ച് ഭാഗങ്ങൾ എടുത്ത് പോവുള്ളൂ. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടണ്ട. അതുവരെ ഒന്ന് പതിയെ പോകുള്ളൂ. അത് കഴിഞ്ഞ് ഒന്ന് സ്പീഡിൽ പോകും. നിങ്ങൾ ആ ട്രാക്കിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ക്ലാസ് ഇച്ചിരി സ്പീഡ് എടുക്കും കേട്ടോ. എത്ര ദിവസത്തെ ക്ലാസ് കഴിഞ്ഞു? ഈ വീക്കല്ലേ ഈ മൺഡേ അല്ലേ തുടങ്ങിയിട്ടുള്ളൂ? മൺഡേ. ഓക്കെ. 3 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞു. ഓക്കെ. റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും. അത് യൂട്യൂബിലോ അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ഇട്ട് തരാം. അപ്പൊ കയറി അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. പിന്നെ ബോയ്സ് ഉണ്ടോ നമ്മുടെ ക്ലാസ്സില്? ബോയ്സ് ആരും ജോയിൻ ചെയ്തിട്ടില്ല? ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. പേരെന്താണ്? ധനേഷ് ആണ്, തൃശ്ശൂരിൽ നിന്ന്. ധനേഷ്, തൃശ്ശൂർ. ഓക്കെ. ധനേഷ് എന്ത് കഴിഞ്ഞിട്ടാണ് ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാൻ PG. PG ആയിരുന്നു. ഓക്കെ. അല്ല, കഴിഞ്ഞതാണോ ചോദിക്കുന്നത്? സോറി, ഡിഗ്രി ആണേ. ഡിഗ്രിയാണ്, PGക്ക് ജോയിൻ ചെയ്തേക്കണം. ഡിഗ്രി ഏതായിരുന്നു? ഞാൻ കൊമേഴ്സ് ആയിരുന്നു. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ മെഡിക്കൽ ടേംസ് ഒക്കെ അറിയാലോ? അത്യാവശ്യം. ടെർമിനോളജി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും വലിയൊരു ചാപ്റ്റർ. ഓക്കെ. അപ്പൊ ധനേഷിന് അറിയാവുന്നത് ഫ്രണ്ട്സിനും കൂടി പറഞ്ഞു കൊടുക്കണം കേട്ടോ. നിങ്ങളൊരു ഗ്രൂപ്പ് ഒക്കെ തുടങ്ങിയായിരുന്നോ ക്ലാസ് തുടങ്ങിയിട്ട്? ഉണ്ട്. ഗ്രൂപ്പ് ഉണ്ട്. ഇവരൊന്ന് ഹെൽപ്പ് ചെയ്യണോട്ടോ. നമ്മുടെ കൂട്ടത്തിൽ കുറച്ചുപേര് ഗ്യാപ്പ് ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ഒരു ഹെൽപ്പ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കും. ഞങ്ങളോട് ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കില്ല. അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഒക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങളോട് ചിലപ്പോൾ സംശയങ്ങൾ ചോദിച്ചെന്നിരിക്കാം. അപ്പൊ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തേക്കണം, അറിയാൻ പറ്റുന്നതാണെങ്കിൽ. ഓക്കെ, അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ, താങ്ക് യു. സ്ഥലം എവിടെയാ? തൃശ്ശൂരാണേ. തൃശ്ശൂർ. ഓക്കെ, യെസ്, താങ്ക് യു. ഒരാളുള്ളൂ, ഒരു ആൺകുട്ടിയുള്ളോ ക്ലാസ്സിൽ നമ്മുടെ? മാം ഹലോ. ഇന്നിപ്പോ ഞാൻ ഇന്നാണല്ലോ ജോയിൻ ചെയ്തത്. അപ്പൊ ഗ്രൂപ്പിലൊന്നും ആഡ് ആയിട്ടില്ല. അപ്പൊ ഇതിന്റെ ഞാന് മെസ്സേജസ് വിട്ടിട്ടുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ആവാൻ വേണ്ടിട്ട്. ആരാണ് അഡ്മിൻ? ആരാണ്? ഹുസ്ന. ഞാനിപ്പോ മെസ്സേജ് വിട്ടിട്ടുണ്ട്. അപ്പൊ ജോയിൻ ചെയ്യാത്തവരൊക്കെ ജോയിൻ ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ഒരു ക്ലാസ് എന്ന നിലയിൽ സ്കൂളിലൊക്കെ പഠിച്ച പോലെ തന്നെ, അല്ലെങ്കിൽ കോളേജിൽ പഠിച്ച പോലെ തന്നെ ഒരു ക്ലാസ് റൂം, ക്ലാസ്മേറ്റ്സിന്റെ ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ തന്നെ പോകണം കേട്ടോ. എന്നാലും ഒരു 6 മാസത്തിനുള്ളിൽ നല്ലൊരു സൗഹൃദം നിങ്ങളിൽ തന്നെ ഉണ്ടാവും. ഇപ്പൊ തോന്നില്ല നിങ്ങൾക്ക്? ഇവിടെ പഠിച്ചു പോയ ഒരുപാട് പേര് ഇതേപോലെ തന്നെയായിരുന്നു ആദ്യം സ്റ്റാർട്ടിങ്ങിൽ. പിന്നീട് വളരെ വലിയ സൗഹൃദങ്ങളും ഭയങ്കര വലിയ കൂട്ടുകെട്ടുകളൊക്കെ ആയിട്ട് വന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെന്താ ചോദിക്കുന്നത്? നിങ്ങൾ ഞങ്ങളുടെ കൺവോക്കേഷൻ സെറമണിയുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിരുന്നോ? കണ്ടിരുന്നോ? ഓക്കെ. അപ്പൊ കോഴ്സ് പഠിച്ചിട്ട് എക്സാം എഴുതി പാസ്സായ കുട്ടികളാണ് കൺവോക്കേഷൻ സെറമണിയിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് വന്നത്. അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് ഒരുപാട് ഗ്യാപ്പ് കിട്ടി പഠിച്ചവരാണ്. അവരൊരു ഏറ്റവും മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു ആ കൺവോക്കേഷൻ സെറമണി. ആ ഒരു സ്റ്റേജില് ആ ഒരു എന്താ പറയാ, ആ മെഡൽ നേടുക അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നേടാൻ അവരുടെ സ്വപ്നമായിരുന്നു കേട്ടോ.
അപ്പൊ ആ ഒരു സ്വപ്നം നിങ്ങൾക്ക് ഉണ്ടാവണം, നല്ലൊരു എന്താണ് ഭാവി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയില് ഞാൻ ക്ലാസ് തുടങ്ങുകയാണ്. നമ്മളിന്ന് ഫസ്റ്റ് എടുക്കുന്നത് ഓപ്പറേഷൻ തിയേറ്റർ ആണ്. നിങ്ങൾ ആരും മിണ്ടാതിരിക്കരുത് കേട്ടോ. ക്ലാസ്സിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ റെസ്പോണ്ട് ചെയ്യണം. റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ക്ലാസ് വളരെ ബോറായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. ചോദിക്കേണ്ട സമയത്ത് കേട്ടോ, മ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കണം. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിനനുസരിച്ച് ഒന്ന് പറയൂന്ന് പറഞ്ഞൊന്ന് പറയണം. ഇനീഷ്യേറ്റീവ് എടുത്ത് ആരെങ്കിലും ഒന്ന് സംസാരിക്കണം കേട്ടോ, മിണ്ടാതിരിക്കരുത്. ഓക്കെ. ഇനി ആരെങ്കിലും ടെൻഷൻ അടിച്ചിട്ടാണെങ്കിൽ ഒരു ടെൻഷനും നമ്മുടെ ക്ലാസ്സിൽ വേണ്ട, ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്ത് പറയണമെങ്കിലും പറയാം. ഓക്കെ ഓക്കെ അല്ലേ? കണ്ടോ, ഇതാണ് മിണ്ടാതിരിക്കുന്നതുണ്ടോ? ഓക്കെ മാം. ഓക്കെ നമ്മുടെ പേരെന്താണ്? ഒരു സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു ടീച്ചേഴ്സ്. ആരാണത്? ക്ലാസ്സിലുണ്ടോ? ജിനിന്ന് അതിനകത്ത് കിടക്കുന്ന സിസ്റ്റർ പ്രദീപ പേര്. ജിനിയാണ്. 7 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആണോ? ഓക്കെ. ഞങ്ങളെല്ലാരും നേഴ്സുമാരാണ്. ഞങ്ങൾ ജോലി ഡ്യൂട്ടിയുടെ ടൈം ആയതുകൊണ്ട് കുറച്ച് പേര് കയറിയിട്ടില്ല. പക്ഷെ റെക്കോർഡിംഗ് ക്ലാസ്സിൽ അവര് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡ്യൂട്ടി ആവുമ്പോ കയറാൻ പാടായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും ഡ്യൂട്ടി ഇവിടെ കുറവാണ് എനിക്ക്. അപ്പൊ എനിക്ക് കയറാൻ പറ്റുന്നുണ്ട്, പക്ഷെ പലർക്കും കയറാൻ പറ്റുന്നില്ല. PDF കാണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഇനി മെസ്സേജ് ചെയ്യാം കേട്ടോ. മ്യൂട്ട് ചെയ്താക്കിയാണ്, ഓൾ മ്യൂട്ട് ചെയ്താക്കിയാണ്. യെസ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ എല്ലാവരും തന്നെ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നും നമ്മള് നിർബന്ധമൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംസാരിക്കുന്ന നേരത്തെ വീഡിയോ ഓൺ ചെയ്ത് പറഞ്ഞു വെച്ചാൽ ഒരു പ്രശ്നമില്ല കേട്ടോ. ആൾക്ക് ഇനി ചമ്മലോ പേടിയോ ധൈര്യക്കുറോ അങ്ങനെ ഒന്നും വേണമെന്നില്ല. നമ്മുടെ ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ആയിട്ട് തന്നെ അംഗീകരിക്കുക. അപ്പൊ പിന്നെ അതൊന്നും തോന്നില്ല കേട്ടോ. യെസ്. ചാപ്റ്റർ 14 ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ. ഈ ഒരു പേര് കേൾക്കുമ്പോ എന്താണ് നമ്മുടെ മനസ്സിൽ വരുന്നത്? ഒരു ഹാപ്പിനെസ് ആണോ തോന്നുന്നത് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് കേൾക്കുമ്പോ? ഓപ്പറേഷൻ തിയേറ്റർ എന്ന് കേൾക്കുമ്പോ ഒരു യെസ്, ഹാപ്പിനെസ് ഒന്നും പെട്ടെന്നൊന്നും തോന്നില്ല അല്ലെ? പക്ഷെ അവിടെ എന്താണ് ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലേസ് കൂടി തന്നെയാണ് അല്ലെ? ഓക്കെ. യെസ്, അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു പ്ലേസും കൂടിയാണ് എന്താ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. പലരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതൊരു പേടിയുള്ള ഒരു സ്ഥലം തന്നെയാണ് അല്ലെ? പേടിയുള്ള ഒരു റൂം തന്നെയാണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. എനിക്ക് വളരെ ടെൻഷനാണ്, ഫിയർ ആണ്. ഒരുപാട് പേർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ തന്നിരിക്കുന്ന സ്ഥലമായിരിക്കും. ഓക്കെ. നമ്മള് കുറെ പേരൊക്കെ എന്താണ് ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവില്ല, കാണാതിരിക്കട്ടെ. അങ്ങനെയല്ല പറയുന്നത്, കാണാനുള്ള അവസരം ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷെ പോയവർക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ആ ഒരു ടെൻഷൻ. ദെൻ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സർജറിക്ക് കയറിയവർക്കും അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും. ഓക്കെ. യെസ്. ഓക്കെ. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. An operation theater is a place where certain intrusive surgical procedures, which means operation that involves cutting into and working inside a patient's body, take place. This may contain either minimally invasive procedures such as keyhole surgery, where cameras and laparoscope are inserted through small incisions, or open surgery where surgeons make larger cuts to reach the internal organs. Then robot-assisted surgery allows surgeon to perform certain procedures
to small incisions. Operation theatre is otherwise known as OR, operating rules. Okay, നമുക്ക് introduction ഭാഗം ഒന്നുകൂടി നോക്കാം. An operation theatre is a place for certain intrusive surgical procedures. ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എന്ത് പ്രൊസീജിയർ ആണ് നടക്കുന്നത്? അവിടെ നടക്കുന്നത്? ഇൻട്രൂസീവ് സർജറിക്കൽ പ്രൊസീജിയർ. ഇൻട്രൂസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നുഴഞ്ഞു കയറുക എന്നുള്ളത് അല്ലെ? അല്ലെങ്കിൽ എന്താണ്? ഒരു സർജറി പ്രൊസീജിയേഴ്സ് ആണ് അവിടെ പ്രധാനമായും നടക്കുന്നത് അല്ലെ? ശാസ്ത്രക്രിയകളാണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ പ്രധാനമായിട്ടും നടക്കുന്നത്. ഏത് രീതിയിലുള്ള ശാസ്ത്രക്രിയകളാണ് അവിടെ നടക്കുന്നത്? Surgical procedures, which means operation that involve cutting into and working inside a patient's body take place. അതായത് ഒരു പേഷ്യന്റിന്റെ ബോഡി കട്ട് ചെയ്തുകൊണ്ട് അല്ലെ അവരുടെ അകത്തുള്ള ബോഡിക്ക് അകത്തുള്ള പ്രവർത്തനങ്ങൾ ആ സർജറിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രധാനമായിട്ട് നടക്കുന്നത് അല്ലെ? അതായത് ഒരു ബോഡി അല്ലെ, ഒരു പേഷ്യന്റിന്റെ ബോഡി അതിനകത്തേക്ക് കട്ട് ചെയ്ത് അതിനകത്തുള്ള പ്രവർത്തനങ്ങൾ നോക്കുന്നതാണ് എന്ത് ഓപ്പറേഷൻ എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അല്ലെ? സർജറി എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി ഓപ്പറേഷൻസ് 2-3 തരത്തിലുണ്ട് അല്ലെ? 3 ടൈപ്സിൽ ശരിക്കും ഇവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഓപ്പൺ സർജറി പറയുന്നുണ്ട്, കീ ഹോൾ സർജറി പറയുന്നുണ്ട്, റോബോട്ട് അസിസ്റ്റഡ് സർജറി. അപ്പൊ നമുക്ക് ആദ്യത്തെ എന്താണെന്ന് നോക്കാം. കീ ഹോൾ സർജറി എന്താണെന്ന് ഇവിടെ പറയുന്നത്. This may contain either minimally invasive procedures such as keyhole surgery. അതായത് മിനിമലി ഇൻവാസീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമലി അതായത് സ്മോളർ ഇൻസിഷൻസ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് ചെറിയ മുറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന സർജറിയാണ് എന്ത്? കീ ഹോൾ സർജറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ടൈപ്പ് സർജറിയാണ് മിനിമൽ ഇൻവാസീവ് പ്രൊസീജിയർ ആണ് അല്ലെ? ചെറിയ രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാക്കി. ഇൻസിഷൻസ് എന്ന് പറയുന്നത് എന്താണ്? മുറിവുകളാണ് അല്ലെ? സ്മോൾ ഇൻസിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ മുറിവുകൾ അല്ലെ? ശരീരത്തില് ചെറിയ മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് നടത്തപ്പെടുന്ന സർജറിയാണ് എന്താ? കീ ഹോൾ സർജറി എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ വരെ പറഞ്ഞത് മനസ്സിലായോ? യെസ്, നോക്കാം. ഇനി എങ്ങനെയാണ് കീ ഹോൾ സർജറി നടത്തപ്പെടുന്നത് എന്നാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. Where cameras and laparoscope are inserted through small incision. കീഹോൾ സർജറിയിൽ എങ്ങനെയാണ് സർജറി നടത്തപ്പെടുന്നത്? അതായത് നമ്മൾ പറഞ്ഞു ഇത് ചെറിയ മുറിവുകളിൽ കൂടിയാണ് കീഹോൾ സർജറി നടത്തപ്പെടുന്നത്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാം. നമുക്ക് കീഹോൾ സർജറി എന്താണെന്നുള്ളതിനെ പറ്റി ഒന്ന് പറയാം. ചെറിയ മുറിവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1/2 സെന്റിമീറ്ററോ വീതിയുള്ള മുറിവുകളായിരിക്കും ചെറിയ മുറിവുകളായിട്ട് അവിടെ ബോഡിയിൽ മുറിക്കുന്നത്. അതിൽ കൂടി എന്തൊക്കെയാണ് കടത്തിവിടുന്നത്? ക്യാമറാസും ലാപ്രോസ്കോപ്പും അല്ലെ? ക്യാമറകളും മറ്റ് ലൈറ്റ് റിസോഴ്സുകളും കടത്തിവിട്ടുകൊണ്ടാണ് എന്ത് കീഹോൾ സർജറി നടത്തപ്പെടുന്നത്. ഏകദേശം 1 സെന്റിമീറ്ററോ അല്ലെങ്കിൽ 1/2 സെന്റിമീറ്ററോ വരെയുള്ള മുറിവുകളായിരിക്കും എടുക്കുന്നത്. ഓക്കെ, അതിലൂടെ എന്ത് കടത്തിവിടുന്നു? ക്യാമറയും അല്ലെങ്കിൽ ലൈറ്റ് റിസോഴ്സസ് ഒക്കെ കടത്തിവിട്ടുകൊണ്ടാണ് നമ്മൾ കീഹോൾ സർജറി നടത്തപ്പെടുന്നത്. ഓക്കെ, അത് എത്തരത്തിലുള്ള മുറിവുകളിൽ കൂടിയാണ് കടത്തിവിടുന്നത്? സ്മോൾ ഇൻസിഷൻസിലൂടെയാണ് അല്ലെ? ചെറിയ മുറിവിൽ കൂടെയാണ് കീഹോൾ സർജറി നടത്തപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ ഓപ്പൺ സർജറി എങ്ങനെയായിരിക്കും? കീഹോൾ സർജറി സ്മോൾ ഇൻസിഷൻസ് ആണ്. ഓപ്പൺ സർജറി എങ്ങനെയായിരിക്കും? ഓപ്പൺ സർജറി എത്തരത്തിലുള്ള മുറിവുകളായിരിക്കാം? യെസ്, ലാർജ് കട്ട് അല്ലെ? ലാർജർ ഇൻസിഷൻസ് ആണ്. വലിയ മുറിവുകളിലൂടെ ആയിരിക്കും എന്താ ഓപ്പൺ സർജറി നടത്തപ്പെടുന്നത്. ഓപ്പൺ സർജറി സർജൻസ് മേക്ക് larger cuts to reach the internal organs അല്ലെ? To reach the internal organs. Okay, then robot assisted surgery. Next വരുന്നതാണ് എന്താ? robot assisted surgery. അതെങ്ങനെയായിരിക്കും നടത്തപ്പെടുന്നത്? റോബോട്ടിക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് റോബോട്ട് അസിസ്റ്റഡ് സർജറി നടത്തപ്പെടുന്നത്.
Robot assisted surgery allows surgeon to perform certain procedures through small incisions. Robotic assisted surgery നടത്തപ്പെടുന്നത് എത്തരത്തിലുള്ള മുറിവുകളിൽ കൂടിയാണ്? സ്മോൾ ഇൻസിഷൻസും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് എന്ത് റോബോട്ട് അസിസ്റ്റഡ് സർജറി നടത്തപ്പെടുന്നത്. ഓക്കെ, റോബോട്ടിക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് റോബോട്ട് അസിസ്റ്റഡ് സർജറി നടത്തപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 3 types ഓഫ് സർജറി ആണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. ഏതൊക്കെയാണ് പറഞ്ഞത്? കീ ഹോൾ സർജറി, ഓപ്പൺ സർജറി, റോബോട്ട് അസിസ്റ്റഡ് സർജറി. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, കീ ഹോൾ സർജറി നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? കീ ഹോൾ സർജറി. ഓക്കെ, അപ്പൊ യെസ്, എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കീ ഹോൾ സർജറിയുടെ ബെനിഫിറ്റ്, എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് ഇതിനുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അറിവുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. കീ ഹോൾ സർജറിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ടോ? ഉണ്ട് അല്ലെ? അതായത് ചെറിയ മുറിവുകളായതിനാൽ തന്നെ എന്താണ് പെട്ടെന്ന് രോഗിക്ക് പേഷ്യന്റിന് സുഖം പ്രാപിക്കാനായിട്ട് സാധിക്കുന്നു അല്ലെ? ഒരുപാട് ദിവസം ഒന്നും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ എന്താണ് ഈ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് എത്രയും പെട്ടെന്ന് ഏകദേശം 1 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എന്താണ് ആ പേഷ്യന്റ് സുഖം പ്രാപിക്കുന്നു. അധികം തന്നെ വേദനകളൊന്നും ഇല്ലാത്തൊരു സർജറി ആയതിനാൽ തന്നെ പേഷ്യൻസിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഓക്കെ, യെസ്. അപ്പൊ എത്രയും വേഗം ഹോസ്പിറ്റൽ വിടാനായിട്ട് പേഷ്യന്റിനെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു സർജറിയാണ് എന്ത് കീ ഹോൾ സർജറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ശാസ്ത്രക്രിയ ഓപ്പറേഷൻസിനെയൊക്കെ ഭയമുള്ളവർക്ക് കുറച്ചുകൂടി എന്താണ് സൂട്ടബിൾ ആയിരിക്കും എന്ത് ഈ കീ ഹോൾ സർജറി പ്രൊസീജിയേഴ്സ്. ഓക്കെ, നമുക്ക് ഓപ്പറേഷൻ കേൾക്കുമ്പോൾ തന്നെ കുറെ പേർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും അല്ലെ? എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ളൊരു ടെൻഷനാണ്. പക്ഷെ അത്തരത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ചെറിയ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യണമെങ്കിൽ കീ ഹോൾ സർജറി വളരെയധികം ഉപകാരപ്രദമാണ്. ഓക്കെ, യെസ്. ഇനി അവിടെ റോബോട്ടിക് അസിസ്റ്റഡ് സർജറിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് റോബോട്ടിക് അസിസ്റ്റഡ് സർജറി എന്നാണ് നമ്മൾ പറഞ്ഞത്? റോബോട്ടിക് അസിസ്റ്റഡ് സർജറി എങ്ങനെയാണ് നടത്തപ്പെടുന്നത്? To perform certain procedures through small incisions അല്ലെ? അതും സ്മോൾ ഇൻസിഷൻ ചെറിയ മുറിവുകളിൽ കൂടിയാണ് എന്താ റോബോട്ടിക് അസിസ്റ്റഡ് സർജറി നടത്തപ്പെടുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാമോ? റോബോട്ടിക് സർജറിയുടെ എക്സാമ്പിള് നമ്മുടെ ന്യൂറോ സർജറി, ജനറൽ സർജറി, അതുപോലെ തന്നെ പീഡിയാട്രിക് സർജറി ഒക്കെ ഈ കീ ഹോൾ റോബോട്ട് അസിസ്റ്റഡ് സർജറിയുടെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം കേട്ടോ. ഇവിടെ ബൈപ്പാസ് ഓപ്പൺ സർജറിയാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ വരുന്നു, ഓപ്പൺ സർജറിയുടെ കാര്യത്തിലേക്ക് വരുന്നു കേട്ടോ. അതിലാണ് റോബോട്ടിക് സർജറിയുടെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ചെറിയ ന്യൂറോ സർജറികള്, ജനറൽ സർജറികള്, പീഡിയാട്രിക് സർജറികളൊക്കെ നമുക്ക് റോബോട്ട് അസിസ്റ്റഡ് സർജറിയുടെ എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ് എന്താണ്? റോബോട്ടിക് അസിസ്റ്റന്റിന്റെ ബെനിഫിറ്റ് എന്താണ്? ഇതെല്ലാം അറിഞ്ഞിരിക്കാനാണ് കേട്ടോ, അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, യെസ്. എന്തായിരിക്കും റോബോട്ടിക്കിന്റെ പ്രത്യേകത? ഒരുപാട് ബ്ലീഡിങ് ഉണ്ടാവും റോബോട്ടിക് അസിസ്റ്റഡ് സർജറി ചെയ്യുന്ന സമയത്ത്. ഒരുപാട് ബ്ലീഡിങ് ഉണ്ടാവും. റെഡ്യൂസ്ഡ് ബ്ലീഡിങ് ആണ് അല്ലെ? ബ്ലീഡിങ് കുറവായിരിക്കും അല്ലെ? റെഡ്യൂസ്ഡ് ബ്ലീഡിങ് ആണ്. പിന്നെന്താണ്? ഫാസ്റ്റർ റിക്കവറി ആണ് അല്ലെ? എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കാനായിട്ട് സാധിക്കുന്നു. ഫാസ്റ്റർ റിക്കവറി. പിന്നെ എന്താണ്? റെഡ്യൂസ്ഡ് കോംപ്ലിക്കേഷൻസ്. റെഡ്യൂസ്ഡ് കോംപ്ലിക്കേഷൻസ്. മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ എന്താണ് ഈ റോബോട്ടിക് അസിസ്റ്റഡ് സർജറിയിൽ ഉണ്ടാകുന്നത്? സെയിം അത് തന്നെയാണ് എന്താ കീ ഹോൾ സർജറിക്ക് വരുന്നത് അല്ലെ? ഓക്കെ, എന്തുകൊണ്ടാണ് അതിന് പ്രത്യേകത? സ്മോൾ ഇൻസിഷൻസ് ആയതുകൊണ്ട് തന്നെയാണ് കോംപ്ലിക്കേഷൻസ് ഒന്നും അധികം തന്നെ ഇല്ലാതിരിക്കുന്നത്. ഓക്കെ, അപ്പൊ റോബോട്ടിക് അസിസ്റ്റന്റിന്റെ 3 ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. റെഡ്യൂസ്ഡ് ബ്ലീഡിങ്, പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്? ഫാസ്റ്റർ റിക്കവറി, റെഡ്യൂസ്ഡ് കോംപ്ലിക്കേഷൻസ്. ഓക്കെ, ഇനി കീ ഹോൾ സർജറി എന്ന് നമ്മൾ പറയുമ്പോൾ ഏതൊക്കെ എക്സാമ്പിൾ അവിടെ പറയാൻ സാധിക്കും? കീ ഹോൾ സർജറിയുടെ എക്സാമ്പിൾസ്. കീ ഹോൾ സർജറിയുടെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? എൻഡോസ്കോപ്പി എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? എൻഡോസ്കോപ്പിക് സർജറി, ലാപ്രോസ്കോപ്പി, എൻഡോസ്കോപ്പി,
ഓക്കെ, അപ്പൻഡിക്സിന്റെ അപ്പൻഡിക്സ് സർജറികൾ അതൊക്കെ എന്തിൽ ഉൾപ്പെടുത്താം? നമുക്ക് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം? കീ ഹോൾ സർജറി കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഓപ്പൺ സർജറിയിൽ എന്തൊക്കെ വരുന്നു? എക്സാമ്പിൾസ് ഓപ്പൺ സർജറിയില് ബൈപ്പാസ് സർജറി. ഓക്കെ, ബൈപ്പാസ് സർജറി വരുന്നു. സിസേറിയൻ അല്ലെ, സിസേറിയൻ ഓപ്പൺ സർജറിയാണ്. പിന്നെ എന്താണ്? പിന്നെ ഏതെങ്കിലും അറിയാമോ? സി സെഷൻ നമ്മൾ പറഞ്ഞു, സിസേറിയൻ നമ്മൾ പറഞ്ഞു. അബ്ഡോമൻ ആയിട്ടുള്ള എന്തെങ്കിലും സർജറീസുകൾ? അബ്ഡോമൻ സർജറീസുകൾ. പിന്നെ എന്തൊക്കെയാണ്? ട്രാൻസ്പ്ലാന്റ് സർജറികള്, സി സെക്ഷൻ, ബൈപ്പാസ്. ഓക്കെ, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്? ഓപ്പൺ സർജറിയുടെ എക്സാമ്പിൾസ് ആണ്. ഓപ്പൺ സർജറിയുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, യെസ്. അപ്പൊ ആ 3 സർജറീസും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? കീ ഹോൾ സർജറി എന്താണ്, റോബോട്ടിക് എന്താണ്, ഓപ്പൺ സർജറി എന്ന് 3 മനസ്സിലായോ? റോബോട്ടിക് മനസ്സിലായില്ല? റോബോട്ടിക് എന്ന് പറഞ്ഞാൽ റോബോട്ടിക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സ്മോൾ ഇൻസിഷൻസ് ഉണ്ടാക്കിയിട്ടാണ് എന്ത് റോബോട്ടിക് അസിസ്റ്റഡ് സർജറി നടത്തപ്പെടുന്നത്. ഓക്കെ, ഇനി അവിടെ വരെ ക്ലിയർ ആണല്ലോ? യെസ്. ഓക്കെ, ഇനി ഇവിടെ പറയുന്ന പോയിന്റ് എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ അതർവൈസ് നോൺ ആസ് OR. ഓപ്പറേഷൻ തിയേറ്ററിനെ റോബോട്ടിക്സ് ഫസ്റ്റ് ടൈം ആണ് കേൾക്കുന്നത്. ഓക്കെ, റോബോട്ടിക്സ് സർജറി കുറെ നാളായിട്ട് തുടങ്ങിയിട്ട് അറിയാഞ്ഞിട്ടായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന പേരാണ് എന്ത്? OR അഥവാ ഓപ്പറേറ്റിംഗ് റൂംസ് എന്നും ഓപ്പറേഷൻ തിയേറ്ററിനെ പറയുന്ന മറ്റൊരു പേരാണ്. അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിനെ അറിയുന്ന മറ്റൊരു പേരാണ് എന്ത്? OR റൂംസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂംസ് എന്നറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കാറുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിന്റെ OR റൂം എന്താണ്, അല്ലെങ്കിൽ OR സ്റ്റാൻഡ്സ് ഫോർ ഡാഷ് എന്ന് ചോദിക്കാം. അപ്പൊ എന്താ എഴുതുന്നത്? ഓപ്പറേറ്റിംഗ് റൂംസ്. ഓക്കെ, ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് അണ്ടർലൈൻ ചെയ്ത് പോയാലോ. ഓക്കെ, പോയിന്റ്സ് ഓർഡർ കൊടുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ടെക്സ്റ്റ് വാങ്ങിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിന്റെ പോക്കം മുന്നോട്ട് ഒരുമിച്ച് പോകാൻ പറ്റില്ല. നമ്മൾ നോട്ട്സ് എഴുതുന്ന പോലെയല്ലോ നമ്മുടെ കയ്യിൽ ടെക്സ്റ്റ് ഉള്ളപ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് നമുക്ക്. ഓക്കെ, യെസ്, ഒന്നുകൂടി നോക്കാം. ആൻ ഓപ്പറേഷൻ തിയേറ്റർ ഇസ് എ പ്ലേസ് ഫോർ സർട്ടൻ ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞ എന്താണ്? ശാസ്ത്രക്രിയകൾ നടത്തുന്നതിനുള്ള ഒരു പ്രൊസീജിയർ റൂമാണ് എന്ത്? ഓപ്പറേഷൻ തിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. അവിടെ എന്ത് പ്രക്രിയകളാണ് നടക്കുന്നത്? രോഗിയുടെ ശരീരത്തിൽ മുറിച്ച് അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളാണ് അവിടെ കൂടുതലായിട്ടും നടത്തപ്പെടുന്നത് അല്ലെ. ഒരു പേഷ്യന്റിന്റെ ബോഡി കട്ട് ചെയ്തുകൊണ്ടാണ് അവിടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും നടത്തുന്നത്. ഇനി ഓപ്പറേഷൻ തിയേറ്ററിൽ 3 ടൈപ്സ് ഓഫ് സർജറീസ് നടക്കുന്നുണ്ട്. ഏതൊക്കെ സർജറികളാണ്? കീ ഹോൾ സർജറി, ഓപ്പൺ സർജറി, റോബോട്ട് അസിസ്റ്റഡ് സർജറി. 3 സർജറികളാണ് അവിടെ നടത്തപ്പെടുന്നത്. കീ ഹോൾ സർജറി എന്ന് പറഞ്ഞാൽ എന്താണ്? Cameras and laparoscope are inserted through small incisions. ക്യാമറയും ലാപ്രോസ്കോപ്പും ചെറിയ മുറിവുകളിൽ കൂടി, 1 അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ വലിപ്പമുള്ള മുറിവുകളിൽ കൂടി എന്താണ് ക്യാമറാസും ലൈറ്റ് റിസോഴ്സസും കടത്തിവിട്ടുകൊണ്ടാണ് കീ ഹോൾ സർജറി നടത്തപ്പെടുന്നത്. ഓക്കെ, അവിടെ ചെറിയ മുറിവുകളിൽ കൂടിയാണ് കീ ഹോൾ സർജറി നടക്കുന്നത്. ഓപ്പൺ സർജറി എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർജർ കട്ട്സ് ആണ്. ഇന്റേണൽ ഓർഗൻസിലെ ബോഡി കട്ട് ചെയ്തുകൊണ്ട് ഇന്റേണൽ ഓർഗൻസിലെ ലാർജർ ഇൻസിഷൻസ് ഉണ്ടാക്കി വലിയ മുറിവുകളിലൂടെയാണ് ഓപ്പൺ സർജറി നടത്തപ്പെടുന്നത്. ഓക്കെ, ദെൻ റോബോട്ട് അസിസ്റ്റഡ് സർജറി. റോബോട്ടിക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സ്മോൾ ഇൻസിഷൻസിലൂടെയാണ് റോബോട്ടിക് അസിസ്റ്റഡ് സർജറിയും നടക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ഓപ്പറേറ്റിംഗ് റൂംസ്. Operation theatre is otherwise known as OR, operating rooms. Okay, ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗം എന്ന് പറയുന്നത്. ആരെങ്കിലും എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോ? ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് മനസ്സിലാത്ത ആരെങ്കിലും ഉണ്ടോ?
ടെക്സ്റ്റ് ഒന്നും വായിച്ചു നോക്കിയാൽ ഇൻട്രൊഡക്ഷൻ ഭാഗം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ PDF ഒന്ന് വായിച്ചു നോക്കട്ടോ, മനസ്സിട്ട് ഒന്ന് വായിച്ചു നോക്കിയേ പെട്ടെന്ന്. വായിച്ചോ? യെസ് ഓക്കെ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. പറ്റില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഞാൻ എല്ലാ ക്ലാസ് എടുക്കുന്നത് ഓൾറെഡി കുട്ടികളെന്ന് ചിലപ്പോൾ വിളിക്കാറില്ല, പിള്ളേരെ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുക. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാല് മനസ്സിലായ പിള്ളേരെ എന്ന് ചോദിക്കാറുണ്ട്. എന്റെ ഇതുവരെയുള്ള ക്ലാസ്സിൽ ആർക്കും കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ വിളിച്ച് നമ്മൾ ശീലിച്ചു, എനിക്കത് മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായ പിള്ളേരെ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും പിള്ളേരെ എന്ന് വിളിക്കുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മള് ക്ലാസ് റൂം ആയതുകൊണ്ട് അങ്ങനെ വിളിച്ചു പോകുന്നതാണ് കേട്ടോ. അപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇങ്ങനെ പറയുന്നതില്. ഇത്രയും പ്രായമായിട്ട് നമുക്കൊന്ന് പിള്ളേരായിട്ട് ഇരിക്കാം അല്ലേ? ഇല്ല. ഓക്കെ യെസ്. അപ്പൊ ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആണല്ലോ? നോ പ്രോബ്ലം. ഓക്കെ യെസ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഓക്കെയാണ്. ഇനി നമുക്ക് ഓപ്പറേഷൻ തിയേറ്റർ എൻവയോൺമെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. OR എൻവയോൺമെന്റ്, ഓപ്പറേഷൻ റൂം എൻവയോൺമെന്റ് എങ്ങനെയാണ്, അതായത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ആ ചുറ്റുപാടുകൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിന്റെ അകത്തുള്ളത്, എങ്ങനെയായിരിക്കണം ആ ഒരു റൂം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. Operating rooms are germ-free environments. All personnel should wear protective clothing named scrubs, as well as shoe covers, masks, caps, eye shields, and other covering to prevent the spread of germs. The operating room should be luminous and the temperature should be very cool. Operating rooms should be air conditioned to help prevent infection through bacterial filtration system. ഓക്കെ, അപ്പൊ ഒരു ഓപ്പറേഷൻ റൂംസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ജേം ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കും. ജേം ഫ്രീ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണുവിമുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും അല്ലെ? ഓപ്പറേഷൻ റൂംസ് എന്ന് പറയുമ്പോൾ എന്താണ്? അണുവിമുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ജേം ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കും അല്ലെ? ഏറ്റവും കൂടുതൽ കെയർഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ത്? ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അവിടുത്തെ റൂം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? അണുവിമുക്തമായിട്ടുള്ള മുറികളായിരിക്കണം ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ പറയുന്നത്. ഓപ്പറേറ്റിംഗ് റൂംസ് ആർ ജേം ഫ്രീ എൻവയോൺമെന്റ്സ്. Then all personnel should wear protective clothing named scrubs. അതായത് അവിടെ ഉപയോഗിക്കുന്ന പേഴ്സണൽ ഷുഡ് വെയർ. പേഴ്സണൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ആരാണ്? സ്റ്റാഫുകളെയാണ് അല്ലെ? ഓൾ പേഴ്സണൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റൽ തിയേറ്റർ സ്റ്റാഫുകളെയാണ് അവിടെ പറയുന്നത്. അവര് കൃത്യമായിട്ട് വെയർ ചെയ്യുന്ന ഒരു ക്ലോത്തിങ് ആണ് എന്താ? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ് ആണ് എന്താ? സ്ക്രബ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓൾ പേഴ്സണൽ ഷുഡ് വെയർ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് നെയിംഡ് ആർ സ്ക്രബ്സ്. അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് അതിനെ പറയും, അല്ലെങ്കിൽ PPE എന്ന് നമ്മൾ പറയും. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് അതിനെ പറയും. തുടർന്നുള്ള ക്ലാസ്സിൽ നമുക്ക് എന്താണ് PPE എന്നൊക്കെ മനസ്സിലാവും കേട്ടോ. ഈ പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്സിന് നമ്മൾ ഒരിക്കലും പറയുന്ന പേരാണ് എന്താ? സ്ക്രബ്സുകൾ എന്ന്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? ഷൂ കവേഴ്സ് അല്ലെ? ഷൂ കവേഴ്സ്, കവേർഡ് ആയിട്ടുള്ള ഷൂസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. മാസ്ക് ഉപയോഗിക്കും. ഒരു ഹോസ്പിറ്റൽ, ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഒരു എൻവയോൺമെന്റ് ഒന്ന് മനസ്സിൽ കൊണ്ടുവന്ന് അപ്പൊ മനസ്സിലാവും എന്തൊക്കെയാണെന്ന്. നമ്മൾ നേരിട്ട് കാണാത്തത് നമ്മൾ വീഡിയോസിലും സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളവരല്ലേ? അതാണ് മനസ്സിൽ വിചാരിക്കുക. അപ്പൊ അവിടെ എന്തൊക്കെ ക്ലോത്ത്സ് ആണ് അവർ ഉപയോഗിക്കുന്നത്? കവേർഡ് ആയിട്ടുള്ള ഷൂസ് ഉണ്ടായിരിക്കും, മാസ്ക് ധരിച്ചിരിക്കും, ക്യാപ്സ് അല്ലെ? ക്യാപ്പ് വെച്ചിട്ടുണ്ടായിരിക്കും, ഐ ഷീൽഡ്സ് ഉണ്ടായിരിക്കും അല്ലെ? ഐ ഷീൽഡ് ഉപയോഗിച്ചിട്ടുണ്ടാവും. പിന്നെ അതർ കവറിങ്
ഇത്തരം സാധനങ്ങളായിരിക്കും അല്ലെ, മാസ്ക്, ക്യാപ്സ്, ഐ ഷീൽഡ്സ് ആൻഡ് ഷൂ കവേഴ്സ്. അതിനാണ് നമ്മൾ സ്ക്രബ്സ് എന്ന് പറയുന്നത്, പ്രൊട്ടക്റ്റീവ് സ്ക്രബ്സ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മള് തിയേറ്ററില്? To prevent the spread of germs, അല്ലെ? To prevent the spread of germs. എന്താണ് സ്പ്രെഡ് ഓഫ് ജെംസ് എന്ന് പറഞ്ഞാൽ? അണുക്കള് യാതൊരു വിധത്തിലും നമ്മള് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ജെംസ് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് വെയർസുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്, പേരുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, നെയിം സ്ക്രബ്സ് ആസ് വെൽ ആസ് ഷൂ കവേഴ്സ്, മാസ്ക്, ക്യാപ്സ്, ഐ ഷീൽഡ്സ്. ഓക്കെ, to prevent the spread of germs. Okay. The operating room should be luminous and temperature should be very cool. The operating room should be luminous and the temperature should be very cool. Operation theatre rooms എങ്ങനെയുള്ളതാണ്? ലൂമിനസ് ആണെന്നാണ് പറയുന്നത്. എന്താണ് ലൂമിനസ് എന്ന് പറഞ്ഞാല്? തിളക്കമാർന്ന റൂമുകളാണ് അല്ലെ. ലൂമിനസ് മീൻസ് ബ്രൈറ്റനിങ് ആയിട്ടുള്ള റൂംസ് അല്ലെ, വളരെയധികം ലൈറ്റനിങ് ആയിട്ടുള്ള ബ്രൈറ്റ് ആയിരിക്കും അല്ലെ ആ റൂംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? ലൂമിനസ് ആയിട്ടുള്ള റൂമുകളായിരിക്കും, തിളക്കമാർന്ന റൂമുകളായിരിക്കും ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ ഉണ്ടായിരിക്കുക. ആൻഡ് അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ടെമ്പറേച്ചർ ഷുഡ് ബി വെരി കൂൾ അല്ലെ, കൂൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ആയിരിക്കുള്ളൂ തിയേറ്ററിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, എങ്ങനെയുള്ള താപനിലയാണ്? കൂൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ആണ് തിയേറ്ററിൽ ഉണ്ടായിരിക്കുക. എന്തിനു വേണ്ടിയാണ് ഈ കൂൾ ടെമ്പറേച്ചർ ഇവിടെ നിലനിർത്തുന്നത്? എന്തിനു വേണ്ടിയായിരിക്കാം? എന്തിനു വേണ്ടിയായിരിക്കും ഒരു കൂൾ ടെമ്പറേച്ചർ നിലനിർത്തുന്നത്? പ്രിവെന്റിങ്, പറഞ്ഞോളൂ. പ്രിവെന്റ് ഇൻഫെക്ഷൻ അല്ലെ, ജനറൽ ഇൻഫെക്ഷൻസ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഇൻഫെക്ഷൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? എയർ കണ്ടീഷൻ ചെയ്തുകൊണ്ട് കൂൾ ടെമ്പറേച്ചർ നിലനിർത്തുന്നത്. ഓക്കെ, യെസ്, ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി എയർ കണ്ടീഷൻ ടു ഹെൽപ്പ് പ്രിവെന്റ് ഇൻഫെക്ഷൻ ത്രൂ ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം. എന്താ പറയുന്നത്? അതായത് ഓപ്പറേഷൻ തിയേറ്ററില് ബാക്ടീരിയൽ ഫിൽട്രേഷൻ സംവിധാനത്തിലൂടെയാണ്, അതായത് അണുബാധ തടയുന്നതിന് വേണ്ടിയിട്ടാണ് എയർ കണ്ടീഷനുകൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെയ്തിരിക്കുന്നത്. ഇൻഫെക്ഷൻസ് ഇൻഫെക്ഷൻസ് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഫിൽട്രേഷൻ സംവിധാനം അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ കൂളായിട്ടുള്ള താപനിലയിലായിരിക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ ആ റൂമുകളിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, യെസ്. അപ്പൊ നോക്കിയേ, എങ്ങനെയാണ് OR എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള റൂംസ് ആയിരിക്കും ഓപ്പറേറ്റിംഗ് റൂംസ് എന്ന് പറയുന്നത്? ഓപ്പറേറ്റിംഗ് റൂംസ് ആർ ജേം ഫ്രീ എൻവയോൺമെന്റ്സ്. ഓപ്പറേറ്റിംഗ് റൂംസുകൾ അണുവിമുക്തമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കുള്ളൂ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെ തരത്തിലുള്ള പേഴ്സണൽ സ്ക്രബ്സുകളാണ്, പ്രൊട്ടക്റ്റീവ് സ്ക്രബ്സുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്? ഷൂ കവേഴ്സ്, മാസ്ക്, ക്യാപ്സ് ആൻഡ് ഐ ഷീൽഡ്സ് ടു പ്രിവെന്റ് സ്പ്രെഡ് ഓഫ് ജെംസ് അല്ലെ, ആൻഡ് അതർ കവറിംഗ്സ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ജെംസ്. ഇനി ഓപ്പറേറ്റിംഗ് റൂംസിന് എങ്ങനെയാണ് റൂംസുകൾ ഇരിക്കുന്നത്? ലൂമിനസ് ആണ് അല്ലെ. ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി ലൂമിനസ് ആൻഡ് ടെമ്പറേച്ചർ ഷുഡ് ബി വെരി കൂൾ. ഓപ്പറേഷൻ തിയേറ്ററിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിരുന്നോട്ടോ. പറയും ക്ലാസ് ചിലപ്പോൾ കേട്ടിരിക്കുന്ന ക്ലാസ് കൊണ്ട് ചിലപ്പോൾ നമുക്ക് എക്സാം എഴുതാൻ പറ്റാറുണ്ട്, ചില വാക്കുകൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിലെ ടെമ്പറേച്ചർ എങ്ങനെയാണ്, അങ്ങനെയൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? ഓരോ ക്ലാസ് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻസ് കണ്ടല്ലേ? ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്, ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് യെസ്, അപ്പൊ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വെരി കൂൾ ആണ്. ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി എയർ കണ്ടീഷണർ ടു ഹെൽപ്പ് പ്രിവെന്റ് ഇൻഫെക്ഷൻ ത്രൂ ബാക്ടീരിയൽ ഫിൽട്രേഷൻ. എന്താണ് ഓപ്പറേഷൻ? ബാക്ടീരിയൽ ഫിൽട്രേഷൻ സംവിധാനത്തിലൂടെയാണ് എന്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ ഇൻഫെക്ഷൻസ് കുറയ്ക്കുന്നത്. അതായത് അണുബാധ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ കണ്ടീഷൻ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് അപ്പൊ OR എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. OR അന്തരീക്ഷം എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ. ആദ്യത്തെ കുറച്ച് ക്ലാസ്സുകളായിരുന്നു നമ്മള് പതുക്കെ പോകുള്ളൂ. അത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് സ്പീഡിൽ പോകും കേട്ടോ. നിങ്ങളൊന്ന് ട്രാക്കിലേക്ക് ആവാൻ വേണ്ടി പതുക്കെ എടുക്കുന്നുള്ളൂ.
കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പോർഷൻസിന് ചെയ്യാം. ഒന്ന് വായിച്ചു നോക്കട്ടോ. യെസ്, ക്ലിയർ ആണോ ഓവർ എൻവയോൺമെന്റ്? ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടോ ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ ഓവർ എൻവയോൺമെന്റിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലെന്നാണെങ്കിൽ ഓവർ എക്യുപ്മെന്റ് കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഓവർ എക്യുപ്മെന്റ് എന്താണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ബാക്കി എക്സ്പ്ലനേഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ തരാം കേട്ടോ. ഓക്കെ, ഓവർ എക്യുപ്മെന്റ്സ് എന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്? An operating room has special equipments like that is operation rooms ഉപയോഗിക്കുന്ന സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്? Like respiratory and cardiac support. അതായത് ശ്വസന ഹൃദയ സപ്പോർട്ടിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. എക്സ്പ്ലനേഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ തരാട്ടോ. നിങ്ങളോട് അതിൽ ചോദ്യം ചോദിക്കാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. പിന്നെ എന്താണ്? എമർജൻസി resuscitative devices, patient monitors, then diagnostic tools. അപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ആണ്. പ്രധാന എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്? റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട്, എമർജൻസി resuscitative devices, patient monitors and diagnostic tool. ഓക്കെ, അതിൽ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒന്ന് അവിടെ വരെ ഒന്ന് എടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങളോട് ചോദിക്കട്ടെ. What is keyhole surgery? ഞാൻ ചോദിക്കുന്ന ആള് അയ്യോ ശബ്ദം കുറയ്ക്കണേ. നിമ്മി ജോസ്, നിമ്മി. Cameras and laparoscopy are inserted through small incisions. Okay. Yes. ഇനിയിപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മലയാളത്തിൽ പറയാൻ, ഇംഗ്ലീഷിൽ പറയാൻ കിട്ടിയില്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞു വെച്ചാൽ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിലൊന്ന് നോക്കിയിട്ട് അത് വായിച്ചാലും മതി. ഓക്കെ, നിമ്മി, വെരി ഗുഡ്. നെക്സ്റ്റ്, ഓപ്പൺ സർജറി. ഓപ്പൺ സർജറിയുടെ പ്രത്യേകത എന്താണ്? ആരാ പറയുന്നത്? പ്രനീഷ പറഞ്ഞോളൂ. Where surgeons make larger cuts to reach the internal organs. Okay, very good. Yes. ഓപ്പൺ സർജറിയുടെ ഒരു എക്സാമ്പിൾ ആരാ പറയുന്നത്? ഓപ്പൺ സർജറിയുടെ എക്സാമ്പിൾസ് രണ്ട് എക്സാമ്പിൾ പറഞ്ഞേ. ബൈപ്പാസ് സർജറി. ഓക്കെ, ലിബിയ പറഞ്ഞേ. ലിബിയ. C section. C section. Okay. ബൈപ്പാസ് സർജറി. ഇംപ്ലിമെന്റേഷൻ ഇല്ലേ നമ്മൾ പേസ് മേക്കർ ഒക്കെ പോലുള്ളത്, അത് ഓപ്പൺ സർജറിയിലാണ്. എന്താണ് രമീഷ? പേസ് മേക്കർ, ICD, ഇംപ്ലാന്റേഷൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള സംഭവത്തില്ലേ, അതൊക്കെ ഓപ്പൺ സർജറിയിലാണ് വരുന്നതാണ്. ഇംപ്ലാന്റേഷൻ ഒക്കെ നമ്മൾ ഓപ്പൺ സർജറിയിൽ വരുന്ന കാറ്റഗറി. ഓക്കെ, അല്ലേ സിസ്റ്റർ ജിനി? Yes, ma'am. Yes, ma'am. ട്രാൻസ്പ്ലാന്റേഷൻ ഓപ്പൺ സർജറി വരുന്ന. അതെ മാം. യെസ് മാം. കേട്ടോ രമീഷ? കേട്ട്. അത് ചെറിയ ഹോളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്റെ ഹസ്ബൻഡിന് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ചോദിച്ചതാണ്.
നെക്സ്റ്റ് ആരാണ് റോബോട്ട് കീഹോളും ചെയ്യുന്നുണ്ട് മാം. ഇപ്പോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത് ചിലപ്പോൾ കീഹോളും ചെയ്യുന്നുണ്ട്, ഓപ്പൺ ഉണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ യെസ് വെരി ഗുഡ് താങ്ക് യു. റോബോട്ട് അസിസ്റ്റഡ് സർജറി ധനേഷ് ഉണ്ടോ? ധനേഷ് ക്ലാസ്സിൽ ധനേഷ് ഉണ്ടോ? ഇല്ല, ഉണ്ടെന്നില്ല. ജസീല സജീർ റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്ന് പറയുന്നത് ഈ സ്മോൾ ഇൻസിഷൻ ഉപയോഗിച്ചുകൊണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. Robot assisted surgery allows surgeons to perform certain procedures through small incisions. Okay, yes, very good. Next, Operation Beatrice, otherwise known as DASH. Operation Beatrice, otherwise known as DASH. And Shima Babu. Anisha Babu. Shima, പറയുന്നുണ്ടോ? Operating rooms. Okay, yes. Operating rooms are dash environments. Operation rooms are dash environments. എങ്ങനെയുള്ള എൻവയോൺമെന്റ് ആണ്? ഞാൻ ചോദിക്കുന്ന ആള് പറഞ്ഞേ. ഇർഫാന. Yes, ma'am. പറഞ്ഞേ. Operating rooms are dash environments. Luminous environment. രണ്ട് തരത്തിൽ മനസ്സിലായില്ല. ജേം ഫ്രീ എൻവയോൺമെന്റ് ഓക്കെ. വാട്ട് ഈസ് പ്രൊട്ടക്റ്റീവ് വെബ്സ്? പ്രൊട്ടക്റ്റീവ് വെബ്സിൽ ഏതൊക്കെയാണ് വരുന്നത്? ഞാൻ ചോദിക്കാം. അച്ചു ഹണി, അച്ചു ശരിക്കുള്ള പേരാണോ ഇത്? ക്ലിയർ അല്ല കേട്ടോ. പേര് വിളിക്കുന്നത് നിങ്ങളത് ഇപ്പൊ നമുക്ക് ക്ലാസ്സിൽ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അച്ചു പറഞ്ഞോളൂ മാം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചോദിക്കോ? പ്രൊട്ടക്റ്റീവ് സ്ക്രബ്സുകൾ ഏതൊക്കെയാണ് തിയേറ്ററിൽ ഉപയോഗിക്കുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് സ്ക്രബ്സുകൾ? മാസ്ക്, ക്യാപ്സ്, ഐ ഷീൽഡ് and other coveraging prevent the spread of germs. Okay. Then operation theater temperature should be dash. Temperature എങ്ങനെയാണ്? Grishma Chu. Cool temperature, ma'am. Cool temperature ആണ്. Okay. എന്തിനു വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ റൂംസിൽ നമ്മൾ എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്നത്? എന്നോടാണോ? വേറൊരു ആരുടെയും പറഞ്ഞോളൂ. ഇൻഫെക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ? Help prevent infection through bacterial filtration system. Okay. Yes. ഇപ്പൊ ഈ രണ്ട് ഭാഗങ്ങൾ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ആ എക്യുപ്മെന്റ് എന്താണെന്ന് ആ പേരുകൾ ഒന്ന് നോട്ട് ചെയ്തിട്ടുള്ളത്. അത് എന്തൊക്കെയാണെന്ന് നെക്സ്റ്റ് ക്ലാസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ക്ലാസ്സിൽ കയറുമ്പോൾ മ്യൂട്ട് ചെയ്തിട്ട് കയറാൻ നോക്കണം നിങ്ങളാ ഇതിൽ പറയുന്ന സമയത്ത്. ഓക്കെ. പിന്നെ ഒരു കാര്യം, ഇത്രയും സ്ട്രെങ്ത് ഇപ്പൊ 73 പേരുണ്ട്. ഇതേ സ്ട്രെങ്ത് തന്നെ ബാക്കിയുള്ള ക്ലാസ്സുകൾ മുന്നോട്ട് പോകണം കേട്ടോ. ഇടയ്ക്ക് വെച്ച് കുറച്ച് പേര് കുറയുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. കുറച്ച് പേരൊക്കെ ഒന്ന് പോകും, ലെഫ്റ്റ് അടിച്ച് പോകും. അങ്ങനെ പോകരുത്. മാക്സിമം ക്ലാസ് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ നോക്കണം കേട്ടോ. 6 മാസത്തേക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പ് വരെയാണ്. നിങ്ങളെ കൂടി സഹായിച്ചാൽ. ഓക്കെ.
ഓക്കെ, താങ്ക് യു. എല്ലാവരും കണ്ടതിൽ പരിചയപ്പെട്ടതിലൊക്കെ സന്തോഷം. ബാക്കി താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. താങ്ക് യു. കഴിക്കോളൂ. താങ്ക് യു മാം. ഡെയിലി 1 hour ആണോ നമുക്ക് ക്ലാസ്സുള്ളത്? 1 hour 2 ക്ലാസ് ഉണ്ടായിരിക്കും കേട്ടോ. ഒരു ക്ലാസ് ഈവനിങ് 2 ക്ലാസ്.